നോക്കുവീൻ, നോക്കുവീൻ, ശ്രദ്ധിച്ച് നോക്കുവീൻ. സാധാരണ രീതിയിൽ നാം നോക്കുന്നതും ശ്രദ്ധിച്ച് നോക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതെ, കർത്താവായ യേശുക്രിസ്തു ചില നിർണായക ഘട്ടങ്ങളിൽ ചില വ്യവസ്ഥിതികളെ ശ്രദ്ധിച്ച് നോക്കുവാൻ പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യം, ആകാശത്തിലെ പറവകളെ നോക്കുവീൻ. അതെ, നാം ദൈവവചനം പഠിക്കുമ്പോൾ 3 പ്രധാന വശങ്ങളെ നോക്കുവാൻ കർത്താവ് പറയുന്നതായി കാണുന്നു. ആദ്യമായി ആകാശത്തിലെ പറവകളെ നോക്കുവീൻ. രണ്ടാമത് വയലിലെ താമരയെ നോക്കുവീൻ. മൂന്നാമതായി യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവീൻ. അതെ, നോക്കുകയും ശ്രദ്ധിച്ച് നോക്കുകയും ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. എന്താണ് നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക എന്ന് നാം തിരിച്ചറിയണം. പലപ്പോഴും നാം പലതും കാണുന്നുവെങ്കിലും കാണേണ്ടുന്ന വണ്ണം കാണുവാനും ശ്രദ്ധിക്കേണ്ടും വണ്ണം ശ്രദ്ധിക്കുവാനും കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ നമ്മളുടെ മുമ്പുണ്ട്. എന്നാൽ ദൈവവചനം പറയുകയാണ്, ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം, കാക്കയെ നോക്കുവീൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അത് പാണ്ടികശാലയിൽ കളപ്പുരയിലും കൂട്ടുന്നുമില്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. അതെ, പറവജാതികളെ ദൈവം പുലർത്തുന്നു. കാരണം ദൈവവചനം ഇങ്ങനെ പറയുന്നു, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം ദൈവം കൊടുക്കുന്നു. പലപ്പോഴും നാം നോക്കേണ്ടുന്ന വണ്ണം സർവശക്തനാകുന്ന ദൈവത്തെ നോക്കിയാൽ, ആശ്രയിക്കേണ്ടും വണ്ണം ദൈവത്തെ ആശ്രയിച്ചാൽ നമ്മളുടെ വഴികളിലെ ശൂന്യതകളെ മാറ്റി ദൈവത്തിന് നന്മയാക്കി തരുവാൻ കഴിയും എന്ന് നാം മറന്നു പോകരുത്. അതെ, 91-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരമാണ് വായിക്കുന്നത്, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ നിഴലിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയുമാകുന്നു. അതെ, ദൈവം എപ്പോഴും തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കുന്നു. ദൈവവചനത്തിൽ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം, എരിശലേമേ, 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 കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിൻ്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായി എന്ന് യേശു പറയുന്നു. അതെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ നിഴലിൽ സംരക്ഷിക്കുന്നത് പോലെ ദൈവവചനം പിന്നെയും പറയുകയാണ്, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ നിഴലിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയും ആയിരിക്കും. അതെ, ദൈവിക സംരക്ഷണത്തെക്കുറിച്ച് നാം ശ്രദ്ധിച്ച് നോക്കുകയും അതിനെ അറിയേണ്ടും വണ്ണം അറിയുകയും വിശ്വസ്തയോടും നന്ദിയോടും കൂടെ കർത്താവിനെ ആരാധിക്കുകയും ചെയ്യേണ്ടുന്നത് വളരെ ആവശ്യമാണ് എന്ന് നാം മറന്നു പോകരുത്. കാക്കയെ നോക്കുവീൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എങ്കിലും യജമാനൻ അവയ്ക്കുള്ളതൊക്കെയും കരുതുന്നു. അതെ, ദൈവം നമ്മെ കരുതുവാൻ വിശ്വസ്തനാണ്, സംരക്ഷിപ്പാൻ വിശ്വസ്തനാണ്, ഇന്ന് നമ്മളുടെ ശൂന്യതകളെ മാറ്റുവാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് ജീവിതയാത്രയിൽ വിശ്വസ്തയോടെ, ആത്മസമർപ്പണത്തോടെ കർത്താവിൻ്റെ പാതകളെ പിൻപറ്റി വിശ്വസ്തയോടെ അവൻ നമുക്കൊരുക്കുന്ന വഴികളിൽ നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.